ശ്വേത മത്സരിക്കുമ്പോൾ വന്ന ആ കേസ് അത് എത്രത്തോളം ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് അത് ആദ്യം ആ വാർത്ത വന്നപ്പോൾ തന്നെ എനിക്ക് വ്യക്തിപരമായും തോന്നിയിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു കേസ് ആരാണ് കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള മണ്ടൻ തീരുമാനങ്ങളൊക്കെ ആരാണ് എടുക്കുന്നത്. പക്ഷേ അതിനൊക്കെ പിന്നിലൊരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മേഖലയിൽ തന്നെയുള്ള ഈ സംഘടനയിൽ തന്നെയുള്ള ആളുകളുടെ അറിവോടെ അനുവാദത്തോടു കൂടിയൊക്കെ നടന്ന കാര്യമാണ്. അത് ശ്വേതയ്ക്കും അറിയാമല്ലോ. അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചാണ് നമ്മുടെ ജയം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്വേത ജയിക്കണമെന്ന് വ്യക്തിപരമായി ഞാനും ആഗ്രഹിച്ചത്. പക്ഷേ ഈ കേസുകളടക്കം താങ്കൾക്കറിയാമല്ലോ, അങ്ങനെയുള്ള ചില മോശം പ്രവണതകളുണ്ട്. അതിനും നമുക്കൊരു അവസാനം കൊണ്ടുവരേണ്ടേ? ഓഫ് കോഴ്സ് എജൻഡ ഉണ്ടായിരുന്നു ഓട്ടോമാറ്റിക്കലി. ബിക്കോസ് ഈ ഒരു കേസിനൊരു എന്താ പറയാ ഒരു ബേസ് ഉണ്ടായിരുന്നില്ല. എന്തായാലും മോട്ടിവേറ്റഡ് ആണോ, ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ? ബിക്കോസ് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് ലൈക്ക് ആരോ ഫണ്ട് ചെയ്യണ പോലെ ഒരു കേസായിരുന്നു. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഞാൻ പ്രതികരിക്കും, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഞാൻ എന്തായാലും ഫൈറ്റ് ചെയ്യും ഫോർ മൈ സെൽഫ് റെസ്പെക്ട്, എന്റെ ഫാമിലിക്ക് വേണ്ടി, ആർക്ക് വേണ്ടിയും. അങ്ങനത്തെ ഒരു വ്യക്തിയായ ഒരാളായതുകൊണ്ട് ഐ വാസ് ലിറ്റിൽ സർപ്രൈസ്ഡ്. സോ എന്തായാലും ഇപ്പൊ കോർട്ടിലാണ്, അപ്പൊ എനിക്ക് അതിന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. ആൻഡ് യെസ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്.